നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, സ്വാഗതം അറ്റ്ലാന്റിക്കിന്റെ വിശാലതയിലേക്ക്, കടലാഴങ്ങളിലേക്ക്. റിപ്പോർട്ടറിന്റെ ഓഗ്മെന്റഡ് റിയാലിറ്റി ടീം സാങ്കേതിക മികവിൽ പണിതെടുത്ത സബ്മേഴ്സിബിളാണ് എൻ്റെ യാത്ര. ഈ മഹാസമുദ്രത്തിന്റെ 12,500 അടി താഴ്ചയിലേക്ക്. ഒരു മഹാദുരന്തത്തിന്റെ അവശേഷിപ്പ് അവിടെ കാത്തിരിപ്പുണ്ട്, ടൈറ്റാനിക്കിന്റെ. നൂറ്റാണ്ടിനിപ്പുറവും നിഗൂഢതകൾ ഒഴിയാതെ, കൗതുകം മാറാതെ ആ ഇതിഹാസ വിസ്മയം നമ്മളെ മാടി വിളിക്കുകയാണ്. നമുക്കൊരു യാത്ര പോവാം. ലെറ്റ്സ് ഗോ. ഓരോ മീറ്റർ താഴുമ്പോഴും മർദ്ദമേറുന്ന സമുദ്രമാണിത്. ഇവിടെ മനുഷ്യർ ഇറങ്ങിയാൽ ശരീരം ഒടിഞ്ഞു നുറുങ്ങിപ്പോകും സമുദ്രത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട്. ആയിരങ്ങളുടെ നിലവിളികൾ കാതിൽ മുഴങ്ങുന്നുണ്ടാവും. പ്രാണൻ പൊലിയുന്ന ഞരക്കങ്ങൾ തൊട്ടറിയുന്നുണ്ടാവും. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പൽ ദുരന്തത്തിൻ്റെ ഇന്നും വിട്ടുമാറാത്ത അമ്പരപ്പാണ് എൻ്റെ മുന്നിൽ. ടൈറ്റാനിക്കിൻ്റെ ഇതിഹാസം തേടി നമ്മളൊരു ചരിത്രയാത്ര നടത്തുന്നു, ഒരു ടൈം ട്രാവൽ. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജിലാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ ലണ്ടന്റെ ജീവനാടി. താഴെ തേംസ് നദിയാണ് ശാന്തമായി ഒഴുകുന്നത്. ആ കാണുന്നതാണ് വെസ്റ്റ്മിനിസ്റ്റർ പാലസ് എന്ന ബ്രിട്ടീഷ് പാർലമെന്റ്, ദ മദർ ഓഫ് ഓൾ പാർലമെന്റ്. ഒന്നും രണ്ടുമല്ല, 116 വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രിട്ടനാണിത്. മനുഷ്യവംശത്തിൻ്റെ ഗതിവിഗതികളെ ആകെ മാറ്റിയെഴുതിയ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടന്ന വ്യവസായ വിപ്ലവത്തിൻ്റെ 2ാം ഘട്ടമാണ് ഈ കാലം. കപ്പൽ യാത്രാ രംഗത്തും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് സ്റ്റീം എഞ്ചിനുകൾ, സ്ക്രൂ പ്രൊപ്പല്ലർ ടെക്നോളജി എന്നിവ വന്നതോടെ ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള യാത്രാസമയം 5 മുതൽ 7 ദിവസം വരെയായി ചുരുങ്ങിയിട്ടുണ്ട്. 3 ആഴ്ച വരെ വേണ്ടിയിരുന്ന വലിയ യാത്രാസമയമാണ് ഈ 5 ദിവസമാക്കി ചുരുങ്ങിയത്, 3-1 ചുരുങ്ങിയിരിക്കുന്നത്. പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ അങ്ങനെ ദൂരവും സമയവും കുറഞ്ഞു. അതോടെ ബ്രിട്ടനിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കുടിയേറ്റം നിർബാധം തുറന്നുകൊണ്ടേയിരുന്നു. ഇതിലൊരു വലിയ ബിസിനസ് സാധ്യതയുണ്ടെന്ന് കപ്പൽ കമ്പനികൾ മനസ്സിലാക്കി. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയായ വൈറ്റ് സ്റ്റാർ ലൈൻ 3 പടുകൂറ്റൻ കപ്പലുകൾക്ക് പദ്ധതിയിട്ടു. RMS ടൈറ്റാനിക്, RMS ഒളിമ്പിക്, HMHS ബ്രിട്ടാനിക്. അന്നേ വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങളും സുരക്ഷയും ആഡംബരങ്ങളും നിറഞ്ഞ വമ്പൻ കപ്പലുകൾ. ആയിരത്തി 1909 മാർച്ച് 31 ടൈറ്റാനിക്കിന് കീലിട്ടത്. കീലെന്താണെന്ന് മനസ്സിലായോ? കപ്പലിൻ്റെ അടിമരം, കപ്പലിൻ്റെ അതിപ്രധാനമായ ഭാഗമാണിത്. ഈ കീലുമായി ഘടിപ്പിച്ചാണ് കപ്പലിൻ്റെ ശരീരമെന്ന് പറയുന്ന ഹൾ പണിതുയർത്തുന്നത്. റോൾഡ് സ്റ്റീലിൻ്റെ 2000-ലധികം പ്ലേറ്റുകൾ ഉപയോഗിച്ചാണ് ടൈറ്റാനിക്കിൻ്റെ ഹൾ നിർമ്മിച്ചത്. 30 ലക്ഷത്തോളം അയൺ റിവറ്റുകൾ ഉപയോഗിച്ചായിരുന്നു ഈ സ്റ്റീൽ പ്ലേറ്റുകൾ യോജിപ്പിച്ചത്. പ്രേക്ഷകരെ ഒരു കാര്യം ഇടയ്ക്ക് ഓർമ്മിപ്പിക്കട്ടെ. അക്കാലത്തെ ഏറ്റവും മികച്ച 4 ഗ്രേഡ് റിവേറ്റുകൾ ലഭ്യമായിരിക്കെ താരതമ്യേന നിലവാരം കുറഞ്ഞ ഗ്രേഡ് 3 റിവറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചതെന്ന പരാതിയുണ്ട്.
ഈ ചുവന്ന പെയിന്റ് അടിച്ച ഭാഗമാണ് ടാങ്ക് ടോപ്പ് എന്ന് പറയുന്നത്. വെള്ളം കടക്കാത്ത 16 കമ്പാർട്ട്മെന്റുകളായാണ് ഈ ടാങ്ക് ടോപ്പിന്റെ രൂപകൽപ്പന. ഭീമാകാരമായ ഉരുക്കുഭിത്തി നിർമ്മിച്ച് വാട്ടർ ടൈറ്റ് ആക്കിയാണ് ഈ കമ്പാർട്ട്മെന്റുകളെ വേർതിരിച്ചിരിക്കുന്നത്. ദ അൺസിങ്കബിൾ ടൈറ്റാനിക്, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ. ടൈറ്റാനിക്കിനെ കുറിച്ച് കമ്പനിക്ക് അവകാശവാദം ഉന്നയിക്കാൻ ആത്മവിശ്വാസം നൽകിയത് ഈ പ്രത്യേകതയാണ്. 16 കമ്പാർട്ട്മെന്റുകളായുള്ള ടാങ്ക് ടോപ്പ്. പക്ഷേ എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. വെള്ളം തടഞ്ഞു നിർത്തുന്ന ഈ ഭിത്തികൾക്ക് 3-3.5 മീറ്ററോളമാണ് പരമാവധി ഉയരം. അതായത് കപ്പൽ ഒരു പരിധിക്കപ്പുറം ചരിഞ്ഞാൽ വെള്ളം ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒഴുകും. കൃത്യമായി പറഞ്ഞാൽ 4-ൽ കൂടുതൽ കമ്പാർട്ട്മെന്റുകളിൽ വെള്ളം കയറിയാൽ ടൈറ്റാനിക്കിന് അത് താങ്ങാനാവില്ല എന്നർത്ഥം. $38 ടൺ വീതം ഭാരമുണ്ട് 2 വശത്തെ പ്രൊപ്പല്ലറുകൾക്ക്. സെൻട്രൽ പ്രൊപ്പല്ലറിന്റെ ഭാരം 22 ടണ്ണാണ്. ഫ്ലോട്ടിംഗ് ക്രെയിൻ ഉപയോഗിച്ചാണ് ഷാഫ്റ്റുകളുമായി ഇവ ഘടിപ്പിക്കുന്നത്. 3 വർഷമെടുത്താണ് ടൈറ്റാനിക് എന്ന ഈ പടുകൂറ്റൻ കപ്പൽ പണിതുയർത്തിയിരിക്കുന്നത്. 6000-ഓളം തൊഴിലാളികളുടെ കഠിനാധ്വാനം. 8 പേരാണ് ടൈറ്റാനിക്കിന്റെ നിർമ്മാണ വേളയിൽ തന്നെ മരണമടഞ്ഞത്. വിവിധ അപകടങ്ങൾ. ജീവത്യാഗങ്ങൾക്കും കഠിനാധ്വാനത്തിനും ഒടുക്കം ഇത് ടൈറ്റാനിക് സർവസജ്ജം. സതാംപ്ടൺ തുറമുഖം ആ ചരിത്ര നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. മനുഷ്യനിർമ്മിതമായൊരു വിസ്മയം. ടൈറ്റാനിക് കന്യാത്രയ്ക്ക് ഇറങ്ങാൻ പോകുന്നു. ദ അൺസിങ്കബിൾ ടൈറ്റാനിക്. വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന ടൈറ്റാനിക്കിന്റെ കമ്പനി നൽകിയ പ്രൊമോഷണൽ കാച്ചുവേഡ് പത്രങ്ങൾ കൂടി ഏറ്റുപിടിച്ചതോടെ ശരിക്കും ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ഖ്യാതിയോടെയാണ് ടൈറ്റാനിക്കിന്റെ ഈ നിൽപ്പ്. ഞാൻ നിൽക്കുന്നത് കപ്പലിൻ്റെ ഇടതുവശത്താണ്. ഈ ഇടത് സൈഡിനെ പറയുന്നത് പോർട്ട് സൈഡ് എന്നാണ്. കപ്പലിൻ്റെ വലതു സൈഡിനെ പറയുന്നത് സ്റ്റാർട്ട് ബോർഡ് സൈഡ് എന്നാണ്. കപ്പലിൻ്റെ മുൻഭാഗത്തിൻ്റെ പേര് ബോ എന്നും പിൻഭാഗത്തെ വിളിക്കുന്നത് സ്റ്റേൺ എന്നുമാണ്. 269 മീറ്ററാണ് ടൈറ്റാനിക്കിൻ്റെ നീളം. ഏകദേശം 3 ഫുട്ബോൾ മൈതാനങ്ങളുടെ നീളം വരുന്നത്. വീതി 28 മീറ്റർ, ഉയരം 53 മീറ്റർ. 24,000 ടൺ ഭാരമാണ് ഈ പടുകൂറ്റൻ കപ്പലിനുള്ളത്. 46,000 കുതിരശക്തി വരെ പുറത്തെടുക്കാവുന്ന 3 എഞ്ചിനുകളാണ് ടൈറ്റാനിക്കിന്റെ കരുത്ത്. 23 നോട്ട്സ് വരെ വേഗത്തിൽ ടൈറ്റാനിക്കിന് സഞ്ചരിക്കാനാവും. 43 കിലോമീറ്റർ പെർ അവർ വേഗം. $7.5 മില്യൺ ടൈറ്റാനിക്കിന്റെ നിർമ്മാണ ചെലവ്. ഇന്നത്തെ വിപണി മൂല്യത്തിൽ കണക്കിലാക്കിയാൽ 2000 കോടിയോളം രൂപ. 116 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ഓർമ്മ വേണം. ക്രെയിനുകൾ ഉപയോഗിച്ച് കപ്പലിലേക്ക് ചരക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 900 ടൺ കാർഗോ വഹിക്കാനുള്ള ശേഷിയുണ്ട് ഈ ടൈറ്റാനിക്കിന്. ഈ റെനോ കാർ ഉൾപ്പെടെ $4.25 ലക്ഷം ചരക്കുകളാണ് ടൈറ്റാനിക്കിനകത്തേക്ക് കയറ്റിയത്. 3320 ടൈറ്റാനിക്കിൻ്റെ പാസഞ്ചർ കപ്പാസിറ്റി. 1324 പേരാണ് ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയ്ക്കായി ടിക്കറ്റ് എടുത്തത്. എഡ്വേർഡ് സ്മിത്താണ് ക്യാപ്റ്റൻ. ജീവനക്കാരായി 899 പേരടക്കം ആകെ 2223 മനുഷ്യരെയും വഹിച്ചാണ് ടൈറ്റാനിക് യാത്ര പുറപ്പെട്ടത്. ഫ്രാൻസിലെ ഷെയ്ബോഗ് തുറമുഖമാണ് ആദ്യ ലക്ഷ്യം. അവിടെ നിന്നുള്ള യാത്രക്കാരെയും കൂട്ടി തിരികെ ഇംഗ്ലീഷ് ചാനലും കടന്ന് അയർലൻഡിലെ ക്യൂൻസ് ടൗണിലെ പോർട്ട് ഓഫ് കോളിലെത്തും. പിന്നെ നേരെ സ്ട്രേറ്റ് ടു ന്യൂയോർക്ക്. 3135 നോട്ടിക്കൽ മൈൽ അഥവാ 5806 കിലോമീറ്റർ നീളുന്ന യാത്ര.
ദ മെയ്ഡൻ വോയേജ് ഓഫ് ദി എഞ്ചിനീയറിംഗ് മാർവൽ. സമയം 12 പ്രഖ്യാപിച്ചതിലും 1.5 മണിക്കൂർ വൈകി. എങ്കിലും ആവേശം മലതല്ലും തിരമാലകളെ കീറിമുറിച്ച് ടൈറ്റാനിക് കടലാഴത്തിലേക്ക് കടന്നു. ആകെ 10 ഡെക്കുകളാണ് ടൈറ്റാനിക്കിലുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും മുകളിലുള്ള ഡെക്കിലാണ്. ഈ ഡെക്കിൻ്റെ പേര് ബോട്ട് ഡക്ക് എന്നാണ്. ലൈഫ് ബോട്ടുകൾ ഘടിപ്പിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഇതിന് ബോട്ട് ഡെക്ക് എന്ന പേര് വന്നത്. ആ കാണുന്നതാണ് ഐക്കോണിക്കായ ടൈറ്റാനിക്കിൻ്റെ ഫണലുകൾ. 4 പടുകൂറ്റൻ പുകക്കുഴലുകൾ തലയുയർത്തി അങ്ങനെ നിൽപ്പാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ 4 ഫണലുകളിൽ 3 ഫണലുകളിലാണ് ടൈറ്റാനിക്കിൻ്റെ വലിയ എഞ്ചിനുകൾ പുറത്തുവിടുന്ന പുകപടലങ്ങൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ 4ാമത്തെ ഫണലോ? ആ 4ാമത്തെ ഫണല് ടൈറ്റാനിക്കിന് കൂടുതൽ ഗാംഭീര്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അടുക്കളയിലെയും മറ്റും വെന്റിലേഷൻ ആവശ്യങ്ങൾക്കും ഈ 4ാമത്തെ ഫണൽ ഉപയോഗിക്കാറുണ്ട്. ലുക്കിൽ മാത്രമല്ല കേട്ടോ കാര്യം. മുകളിലുള്ള ബോട്ട് ഡെക്കിന് തൊട്ട് താഴെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ എ ഡെക്ക്. ആഡംബരത്തിൻ്റെ അവസാന വാക്ക്. ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് മാത്രമാണ് ഇവിടെ ഈ എ ഡെക്കിലേക്ക് പ്രവേശനമുള്ളത്. ടൈറ്റാനിക്കിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രാൻഡ് സ്റ്റെയർകേസ് തുടങ്ങുന്നത് ഈ എ ഡെക്കിൽ നിന്നാണ്. ഈ ഡെക്ക് വരെ നീളുന്ന ഈ പിരിയൻ കോവണി ഇങ്ങനെ നീണ്ടു കിടപ്പാണ്. രാജകീയ പ്രൗഢിയാണ് ഗ്രാൻഡ് സ്റ്റെയർകേസിനുള്ളത്. ഓക്ക് തടിയിൽ നിർമ്മിച്ച 16 അടി വീതിയുള്ള ഈ സ്റ്റെയർ അതിമനോഹരമായ കൊത്തുപണികളാൽ സമ്പന്നമാണ്. ഈ ഡോം നോക്കൂ. ആ ഡോം ഗ്ലാസും ഇരുമ്പും കൊണ്ട് നിർമ്മിച്ചതാണ്. പകൽ വെളിച്ചം ധാരാളം കടത്തിവിടും ഈ ഡോം. രാത്രിയിൽ വർണ്ണാഭമായ വെളിച്ചത്തിൽ ഈ ഷാൻലിയർ ഇങ്ങനെ വെട്ടിത്തിളങ്ങും. ഇത് ബി ഡെക്കാണ്. പാർലർ സ്യൂട്ടുകൾ ഈ ബി ഡെക്കിലാണുള്ളത്. കണ്ണഞ്ചിപ്പിക്കുന്ന സൗകര്യങ്ങളാണ് ഈ പാർലർ സ്യൂട്ടിലുള്ളത്. 870 പൗണ്ടാണ് ടിക്കറ്റ് നിരക്ക്. ഇന്നത്തെ വിലയനുസരിച്ച് നോക്കിയാൽ 1.5 കോടി രൂപയോളം വില. സെക്കൻഡ് ക്ലാസ് യാത്രക്കാർക്ക് കപ്പലിന് നടുക്കും, തേർഡ് ക്ലാസ് യാത്രക്കാർക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തുമായിട്ടാണ് സൗകര്യം. ചൈനക്കാരടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 710 തൊഴിലാളികളാണ് തേർഡ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് അന്ന് ടൈറ്റാനിക്കിൽ കയറിയത്. 7 പൗണ്ടാണ് തേർഡ് ക്ലാസ് ടിക്കറ്റിൻ്റെ നിരക്ക്. 870 പൗണ്ടാണ് പാർലർ സ്യൂട്ടിലെ നിരക്ക്. ഈ ടിക്കറ്റിനോടൊപ്പം ഭക്ഷണം കൂടി ഉൾപ്പെട്ടു എന്നുള്ളത് വലിയ ചർച്ചയായി, വലിയ പ്രത്യേകതയായിരുന്നു. കാരണം അക്കാലത്ത് മറ്റ് കപ്പലുകളിലൊന്നും തന്നെ തേർഡ് ക്ലാസ് യാത്രക്കാർക്ക് ടിക്കറ്റിനോടൊപ്പം ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളോളം നീളുന്ന യാത്രയ്ക്ക് വേണ്ടി സ്വന്തമായി ഭക്ഷണം അവർ കൊണ്ടുവരണമായിരുന്നു. അതായിരുന്നു ആ വ്യത്യാസം.
ടൈറ്റാനിക്കിൻ്റെ ഏറ്റവും താഴെയുള്ള ഡെക്കിലാണ് ഞാനിപ്പോൾ. ടൈറ്റാനിക്കിൻ്റെ ഹൃദയമാണ്, ഹാർട്ടാണ്. ബോയിലർ റൂമും എൻജിൻ റൂമും ഒക്കെ ഈ ഡെക്കിലാണ് ഉള്ളത്. കാർഗോ സൂക്ഷിക്കുന്ന ഇടങ്ങളും ഇവിടെയാണ്. 6 ബോയിലർ റൂമുകളിലായി 29 ബോയിലറുകളാണ് ടൈറ്റാനിക്കിനുണ്ടായിരുന്നത്. 48 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ബോയിലർ റൂമിൽ. ഒരു ദിവസം 650 ടൺ വരെ കൽക്കരി കത്തിച്ചാണ് ടൈറ്റാനിക്കിൻ്റെ സഞ്ചാരം. 4 മണിക്കൂർ ജോലി കഴിഞ്ഞാൽ തൊഴിലാളികൾക്ക് 8 മണിക്കൂർ വിശ്രമം അനുവദിച്ചിരുന്നു. 4 മണിക്കൂർ നേരം കൊടും ചൂടിൽ വെന്തുരുകിയവർക്ക് ജീവൻ തിരികെ പിടിക്കാനുള്ള വിശ്രമ മണിക്കൂർ. റോൾഡ് സ്റ്റീലിൻ്റെ 2 കൂറ്റൻ പൈപ്പുകളിലൂടെയാണ് ബോയിലർ റൂമുകളിൽ നിന്ന് നീരാവി എഞ്ചിനുകളിലേക്ക് എത്തിക്കുന്നത്. നമുക്കിനി എഞ്ചിൻ റൂമിലേക്കൊന്ന് പോകാം. ഇതാണ് എഞ്ചിൻ റൂം. 3 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള പടുകൂറ്റൻ എഞ്ചിനുകളാണ്. ഇലക്ട്രിക് മോട്ടോറുകളും വാൽവുകളും പൈപ്പുകളും ഹീറ്ററുകളും കൂളറുകളും ഹൈഡ്രോളിക് മെഷീനുകളും ഒക്കെ ചേർന്ന വലിയൊരു മെക്കാനിക്കൽ എക്കോസിസ്റ്റം. ഓരോ എഞ്ചിനകത്തും 4 വീതം സിലിണ്ടറുകളുണ്ട്. ഓരോ സിലിണ്ടറിനകത്തും ഓരോ പിസ്റ്റണുകളും. കൽക്കരി കത്തിച്ചെത്തുന്ന ആവിയുടെ കരുത്തിലാണ് ഈ പടുകൂറ്റൻ പിസ്റ്റണുകൾ പ്രവർത്തിക്കുന്നത്. പിസ്റ്റണുകളുമായി ഘടിപ്പിച്ച ഷാഫ്റ്റുകളാണ് കപ്പലിൻ്റെ പ്രൊപ്പല്ലറുകളെ ഇങ്ങനെ ചലിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ട് 4-ാം നാളാണ്. കപ്പലിപ്പോൾ പാതി വഴി ദൂരം പിന്നിട്ടിട്ടുണ്ട്. സമയം രാവിലെ 9 മണി. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോകുന്ന മറ്റൊരു കപ്പൽ കരോനിയയിൽ നിന്ന് ടൈറ്റാനിക്കിനൊരു റേഡിയോ സന്ദേശം ലഭിച്ചു. ഇങ്ങനെയായിരുന്നു ആ സന്ദേശം: ബഗ്സ്, ഗ്രോളേഴ്സ് ആൻഡ് ഫീൽഡ് ഐസ്. മഞ്ഞുമലയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണിത്. സന്ദേശം ഉടനെ തന്നെ ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്തിന് കൈമാറിയിരുന്നു. ഉച്ചയ്ക്ക് 1:42 അടുത്ത സന്ദേശമെത്തി. ഇത്തവണ ന്യൂയോർക്കിൽ നിന്ന് ലിവർപൂളിലേക്ക് പോവുകയായിരുന്ന ബാൾട്ടിക് 2 എന്ന കപ്പലിൽ നിന്നാണ് ക്യാപ്റ്റന് അറിയിപ്പ് ലഭിച്ചത്. ക്യാപ്റ്റൻ വിവരം കപ്പലുടമ ബ്രൂസ് ഇസ്മയെ അപ്പോൾ തന്നെ അറിയിച്ചു. എന്തുണ്ടായാലും കപ്പലിൻ്റെ ടൈറ്റാനിക്കിൻ്റെ വേഗത കുറയ്ക്കരുതെന്ന് ഉടമയായ ബ്രൂസ് ഇസ്മയ നിർബന്ധം പിടിച്ചു. അത്യാഡംബരത്തിനും സുരക്ഷയ്ക്കുമൊപ്പം അതിവേഗം സഞ്ചരിക്കുന്ന കപ്പലെന്ന ഖ്യാതി കൂടി ടൈറ്റാനിക്കിൻ്റെ പേരിൽ രേഖപ്പെടുത്തണമെന്നായിരുന്നു ഇസ്മയുടെ ആവശ്യം. മുതലാളിയുടെ ഗ്രീഡ്, അത്യാർത്ഥി. രാത്രി 7 മണിക്കും 9:45-നുമൊക്കെ പിന്നെയും മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടേയിരുന്നു. പക്ഷെ അതാരും മുഖവിലേക്ക് എടുത്തതേയില്ല. സമയം രാത്രി 10 മണിയായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫീസർ വില്യം മർഡോക്കാണ് ഓഫീസർ ഓഫ് ദി വാച്ച്. കപ്പലിന് മുൻവശത്തുള്ള മാസ്റ്റ് എന്ന നീണ്ട തൂണിൽ ക്രമീകരിച്ചിട്ടുള്ള ലുക്കൌട്ടിൽ ഫ്രെഡറിക് ഫ്ലീറ്റും റെജിനാൾഡ് ലീയുമാണ് യാത്രാ വഴി നിരീക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇരുവരുടെയും പക്കൽ ബൈനോക്കുലർ ഉണ്ടായിരുന്നില്ല. ടൈറ്റാനിക് പുറപ്പെടുന്ന ദിവസം ക്യാപ്റ്റൻ സ്മിത്ത് ഓഫീസർമാരുടെ കാര്യത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു. സെക്കൻഡ് ഓഫീസർ ഡേവിഡ് ബ്ലെയറിന് അതിനെ തുടർന്ന് ടൈറ്റാനിക്കിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ബൈനോക്കുലർ സൂക്ഷിച്ചിരുന്ന ലോക്കറിന്റെ താക്കോൽ ബ്ലെയറിന്റെ പെട്ടിയിൽ പെട്ടുപോയി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ദ അൺസിങ്കബിൾ ഷിപ്പ് എന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ച ടൈറ്റാനിക്കിൽ ബൈനോക്കുലർ പോലും ഇല്ലാതെ ഫ്ലീറ്റിനും ലീക്കും കടൽ നിരീക്ഷിക്കേണ്ടി വന്നത് അങ്ങനെയാണ്. സമയം 10:55 ആയിട്ടുണ്ടാവും. ടൈറ്റാനിക്കിന് അവസാനത്തെ മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുന്നത് അപ്പോഴാണ്. മഞ്ഞുകെട്ടകളാൽ ചുറ്റപ്പെട്ടതിനാൽ 33 കിലോമീറ്റർ അപ്പുറം SS കാലിഫോർണിയൻ കപ്പൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ് കാലിഫോർണിയൻ കപ്പലിൽ നിന്ന് ലഭിച്ച സന്ദേശം. ആ സന്ദേശം ഏതാണ്ട് ഇങ്ങനെയാണ്: ഹേ ഗ്രാൻഡ് ഓൾഡ് മാൻ, വി ആർ സ്റ്റോപ്ഡ് ആൻഡ് സറൗണ്ടഡ് ബൈ ഐസ് എന്നായിരുന്നു. എന്നാൽ ഈ സമയം ഈ സന്ദേശം സ്വീകരിക്കേണ്ട ടൈറ്റാനിക്കിലെ റേഡിയോ ഓപ്പറേറ്റർ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുടെ സന്ദേശങ്ങൾ ഹേ പ്രൈസ് മാർക്കോണി സ്റ്റേഷനിലേക്ക് അയക്കുന്ന തിരക്കിലായിരുന്നു. ടൈറ്റാനിക്കിലെ റേഡിയോ ഓപ്പറേറ്റർ ഫിലിപ്സ്.
SS കാലിഫോർണിയൻ ടൈറ്റാനിക്കിന് വളരെ അടുത്തായിരുന്നതിനാൽ കാതടപ്പിക്കുന്ന ശബ്ദത്തിലാണ് ഈ സിഗ്നൽ ടൈറ്റാനിക്കിലെ റേഡിയോ ഓപ്പറേറ്ററായ ഫിലിപ്സിന്റെ ചെവിയിലെത്തിയത്. ഹേ ഗ്രാൻഡ് ഓൾഡ് മാൻ, വി ആർ സ്റ്റോപ്ഡ് ആൻഡ് സറൗണ്ടഡ് ബൈ ഐസ്. പെട്ടെന്ന് ദേഷ്യം കയറിയ ഫിലിപ്പ്, ഷട്ട് അപ്പ്, ഐ ആം വർക്കിംഗ് ഓൺ കേപ്പ് റേസ് എന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. ഇത് കാലിഫോർണിയയിലെ റേഡിയോ ഓപ്പറേറ്റർ ഇവാൻസിന് തീരെ പിടിച്ചില്ല. ആ കലിപ്പിൽ റേഡിയോ ഓഫ് ചെയ്ത് ഇവാൻസ് സുഖമായി ഉറങ്ങാൻ കിട്ടും. ചന്ദ്രനില്ലാത്ത രാത്രിയാണ്. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളുണ്ട്. കടലിന് ഇളക്കമോ തിരകളോ ഇല്ല. ഫ്ലാറ്റ് ക്യാമ്പ് എന്നാണ് ഈ അവസ്ഥയ്ക്ക് പറയുന്നത്. -2 ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില. യാത്രക്കാരെല്ലാം അവരവരുടെ ക്യാബിനുകൾക്കുള്ളിലാണ്. സമയം രാത്രി ഒരു 11:40 ആയിട്ടുണ്ടാവും. പെട്ടെന്നാണ് ഫ്രെഡറിക് ഫ്ലീറ്റ്, റെജിനാൾഡ് ലീയും ആ കാഴ്ച കണ്ടത്. മൂടൽ മഞ്ഞു പോലെ എന്തോ ഒന്ന്. നഗ്നനേത്രങ്ങൾ കൊണ്ട് അത്ര വ്യക്തമല്ല. അതിവേഗത്തിലാണ് ടൈറ്റാനിക് പായുന്നത്. ഉടമ പറഞ്ഞിട്ടുണ്ട്, പരമാവധി വേഗത്തിൽ വേണം. പരമാവധി വേഗതയായ 23 നോട്ട്സിന് തൊട്ടു താഴെ 22 നോട്ട്സാണ് വേഗം. ഈ സാഹചര്യത്തിൽ ഒരു കപ്പൽ ഇത്ര വേഗതയിൽ കുതിക്കുന്നത് അറ്റ്ലാന്റിക് സമുദ്രം കണ്ടിട്ടുണ്ടാവില്ല. ഫ്രെഡറിക്കും ലീയും ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും. മുന്നിലിതാ ഭീമാകാരമായ ഒരു മഞ്ഞുമല. ഫ്രെഡറിക് 3 തവണ വാർണിംഗ് ബെല്ലിൽ ആഞ്ഞടിച്ചു. ടെലിഫോണിൽ ബ്രിഡ്ജിലേക്ക് അലറി വിളിച്ചു, ഐസ്ബർഗ്, ഐസ്ബർഗ്, റൈറ്റ് അഹെഡ്. വിവരം ലഭിച്ചതും ഫസ്റ്റ് ഓഫീസർ വില്യം മഡോക്ക് കപ്പൽ ഇടത്തേക്ക് തിരിക്കാനും വേഗത കുറയ്ക്കാൻ എഞ്ചിൻ റിവേഴ്സ് എടുക്കാനും നിർദ്ദേശിച്ചു. എഞ്ചിൻ റൂമിൽ റെഡ് ലൈറ്റ് തെളിഞ്ഞു. ടൈറ്റാനിക് 22 ഡിഗ്രിയോളം ഇടത്തേക്ക് തിരിച്ചെങ്കിലും സമയം അതിക്രമിച്ചു. ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചു. ഗ്രേഡ് 3 റിവേറ്റുകൾ വില്ലനായി. അറ്റ്ലാന്റിക്കിലെ -2 ഡിഗ്രി സെൽഷ്യസിൽ തണുത്തുറഞ്ഞ അയൺ റിവറ്റുകൾ ഇടിയുടെ ആഘാതത്തിൽ ഊരിത്തെറിച്ചു. ഹള്ളിന്, അതായത് കപ്പലിന്റെ ബോഡിക്ക് വിള്ളലുകൾ വീണു. കപ്പലിന്റെ മുൻഭാഗത്തെ 5 കമ്പാർട്ട്മെന്റുകളിലേക്ക് വെള്ളം അതിവേഗം ഇരച്ചു കയറാൻ തുടങ്ങി. ക്യാപ്റ്റൻ സ്മിത്ത് ടൈറ്റാനിക്കിന്റെ ചീഫ് ഡിസൈനറായ തോമസ് ആൻഡ്രൂസിനെ വിളിപ്പിച്ചു. ആൻഡ്രൂസ് ടൈറ്റാനിക്കിന്റെ ആയുസിന് പരമാവധി നൽകിയത് 1.5 മണിക്കൂർ സമയമാണ്. വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളാണെങ്കിലും 5 കമ്പാർട്ട്മെന്റുകളിൽ ഒന്നിച്ചു വെള്ളം കയറാൻ തുടങ്ങിയാൽ ടൈറ്റാനിക്കിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ആൻഡ്രൂസ് വിശദീകരിച്ചു. സമയം 12 മണി ആയിട്ടുണ്ടാവും. ക്യാപ്റ്റൻ സ്മിത്ത് ആ ഓർഡർ ഇട്ടു, അബാൻഡൻ ഷിപ്പ്. ലൈഫ് ബോട്ടുകൾ താഴ്ത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇവിടെയാണ് ടൈറ്റാനിക്കിന് മറ്റൊരു ഗുരുതരമായ പിഴവ് സംഭവിച്ചത്. കപ്പലിൽ ആകെയുള്ളത് 20 ലൈഫ് ബോട്ടുകളാണ്. ജീവനക്കാരടക്കം 2223 പേർ കപ്പലിലുണ്ട്. ഇവരിൽ പകുതി പേരെ മാത്രം ഉൾക്കൊള്ളാനുള്ള ബോട്ടുകളെ കപ്പലിലുള്ളൂ. 64 ലൈഫ് ബോട്ടുകളായിരുന്നു ടൈറ്റാനിക്കിന്റെ ആദ്യ ചീഫ് ഡിസൈനർ അലക്സാണ്ടർ കാലൈൻ നിർദ്ദേശിച്ചിരുന്നത്. അത്രയും ബോട്ടുകൾ വെച്ചാൽ ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരുടെ കടലിലേക്കുള്ള കാഴ്ച മറയുമെന്നും ദ അൺസിങ്കബിൾ ടൈറ്റാനിക് എന്ന ടാഗ് വെറും വാചകമണി മാത്രമാണെന്ന് യാത്രക്കാർ കരുതുമെന്നായിരുന്നു കപ്പലുടമ ബ്രൂസ് ഇസ്മയുടെ വാദം. എല്ലാവരോടും കപ്പലിന്റെ മുകളിലേക്ക് ബോട്ട് ഡെക്കിലേക്ക് എത്താൻ ക്യാപ്റ്റൻ സ്മിത്ത് നിർദ്ദേശിച്ചു. ഒരു പബ്ലിക് അനൗൺസ്മെന്റ് സംവിധാനം ഇല്ലാത്തതും ടൈറ്റാനിക്കിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. ജീവനക്കാർ ക്യാബിനുകളുടെ കതകിൽ മുട്ടിയാണ് ആളുകളെ ഉണർത്തിയത്. ഒരു
require immediate assistance. We have struck iceberg. Sinking. കപ്പൽ അപകടത്തിലാണെന്ന ആദ്യ റേഡിയോ സന്ദേശം 12:15 ടൈറ്റാനിക്കിൽ നിന്ന് അയച്ചത്. 31 കിലോമീറ്റർ അകലെ മാത്രമുണ്ടായിരുന്ന SS കാലിഫോർണിയയിലെ ഓപ്പറേറ്റർ പക്ഷേ റേഡിയോ ഓഫ് ചെയ്തുറങ്ങിയതിനാൽ വിളിപ്പാടകലയുടെ രക്ഷാസാധ്യതകൾ അസ്തമിച്ചു. ഇനിയുള്ളൊരു കപ്പൽ 107 കിലോമീറ്റർ അപ്പുറത്താണ് കാർപാർത്തിയ. കാർപാർത്തിയ അടക്കം 10ഓളം കപ്പലുകളിൽ സന്ദേശം ലഭിച്ചു. സിഗ്നൽ ലഭിച്ചയുടൻ ടൈറ്റാനിക്കിനെ ലക്ഷ്യമിട്ട് കാർപാർത്തിയ പുറപ്പെട്ടു. 17 നോട്ട്സ് വേഗതയിൽ 107 കിലോമീറ്റർ ഓടിയെത്താൻ കാർപാത്തിയയ്ക്ക് 4 മണിക്കൂർ സമയമെടുക്കും. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ ആയുസ് ഇനി 45 മിനിറ്റ് മാത്രം. പന്ത്രണ്ട് മണിക്ക് ഓർഡർ കൊടുത്തെങ്കിലും 12:45 ആദ്യത്തെ ലൈഫ് ബോട്ട് ഇറക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിരുന്നു മുൻഗണന. 65 പേർക്ക് കയറാവുന്ന ലൈഫ് ബോട്ടിൽ 28 പേർ മാത്രമാണ് കയറിയത്. ഒരിക്കലും മുങ്ങാത്ത ദ അൺസിങ്കബിൾ ടൈറ്റാനിക് വിട്ട് ചെറിയ ബോട്ടുകളിൽ കയറാൻ പലരും തയ്യാറായിരുന്നില്ലത്രേ. സംഭവിക്കാനിരിക്കുന്ന മഹാദുരന്തത്തിന്റെ ആഴമറിയാത്ത നേരമാണല്ലോ. എന്നാൽ അതിവേഗം ഇരച്ചെത്തിയ വെള്ളത്തിൽ 6 ബോയിലർ റൂം പൂർണ്ണമായും മുങ്ങി. കപ്പല് 4.5 ഡിഗ്രിയോളം കടലിലേക്ക് താഴ്ന്നു. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് ക്യാബിനിൽ നിന്നുള്ളവർ ആവട്ടെ ബോട്ടിൽ കയറണമെങ്കിൽ ലൈഫ് ബോട്ടുകൾക്കുള്ള ബോട്ട് ഡെക്കിലെത്തണം. നിരവധി സ്റ്റെയർ കേസുകളുള്ള കപ്പലിനകത്ത് എങ്ങോട്ട് പോകണം, എവിടെ തിരിയണം എന്നറിയാതെ 4 പാടും ഓടുകയായിരുന്നു തേർഡ് ക്ലാസ് യാത്രികർ. അവരിൽ പലർക്കും ഇംഗ്ലീഷ് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് ആശയക്കുഴപ്പം കൂടുതലാക്കി. വഴിയറിയാതെ വലിയ ബാഗുകളുമായി കാത്തുനിന്ന തേർഡ് ക്ലാസ് യാത്രക്കാരുടെ നൊമ്പരപ്പെടുത്തുന്ന അവസ്ഥ ടൈറ്റാനിക്കിന്റെ അവസാന മണിക്കൂറുകളിലെ നിസ്സഹായതയുടെ ആഴം അടയാളപ്പെടുത്തുന്നതായി. രാത്രി 12:45 ആദ്യത്തെ ഡിസ്ട്രസ് സിഗ്നൽ ടൈറ്റാനിക്കിൽ നിന്ന് ഉയരുന്നത്. കപ്പലുകൾ അപകടത്തിൽപ്പെടുമ്പോൾ റോക്കറ്റുകൾ വിക്ഷേപിക്കും മറ്റ് കപ്പലുകളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി. ഇതിനെയാണ് ഡിസ്ട്രസ് സിഗ്നൽ എന്ന് പറയുന്നത്. 1 മിനിറ്റിന്റെ ഇടവേളയിൽ 1 റോക്കറ്റെങ്കിലും വിക്ഷേപിക്കണം, അഥവാ 1 ഡിസ്ട്രസ് സിഗ്നൽ വേണം എന്നുള്ളതാണ് പ്രോട്ടോകോൾ. ഇനി വലിയ പെട്ടെന്നുള്ള അപകടമാണെങ്കിൽ 20 സെക്കൻഡിനുള്ളിൽ 1 ഡിസ്ട്രസ് സിഗ്നൽ വേണം, അഥവാ 1 റോക്കറ്റ് വിക്ഷേപിക്കണം. പക്ഷേ ടൈറ്റാനിക്കിൽ നിന്ന് 1 മണിക്കൂറിനിടയിൽ ആകെ വിക്ഷേപിച്ചത് 7 റോക്കറ്റുകൾ മാത്രമാണ്. only 7. അതും നൽകിയതാവട്ടെ വെളുത്ത നിറത്തിലുള്ള ഡിസ്ട്രസ് സിഗ്നൽ. സാധാരണ ഈ സാഹചര്യങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള ഡിസ്ട്രസ് സിഗ്നലാണ് ഉണ്ടാവുക. ആകാശത്തേക്കുയർന്ന റോക്കറ്റുകൾ കണ്ട് SS കാലിഫോർണിയയിലെ ജീവനക്കാർ ക്യാപ്റ്റൻ സ്റ്റാൻലി ലോഡിനെ വിവരമറിയിച്ചു. പക്ഷേ അതൊരു ഡിസ്ട്രസ് സിഗ്നലായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ക്യാപ്റ്റൻ പറഞ്ഞത്. സ്റ്റാൻലി പറഞ്ഞതിന്റെ കാരണം നിരവധി ധനികർ യാത്ര ചെയ്യുന്ന ടൈറ്റാനിക്കിൽ വല്ല ആഘോഷ പരിപാടികളുടെയും ഭാഗമായി വെടിക്കെട്ടായിരിക്കും നടന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. ചുവപ്പ് നിറത്തിലുള്ള ഡിസ്ട്രസ് സിഗ്നൽ ആയിരുന്നെങ്കിലോ? ടൈറ്റാനിക്കിന്റെ മുൻവശം കടലിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിന്റെ ആഘാതം യാത്രക്കാർ ശരിക്കും തിരിച്ചറിഞ്ഞു. അതോടെ ലൈഫ് ബോട്ടുകളിലേക്ക് കയറാൻ തിക്കും തിരക്കുമായി. തിരക്ക് നിയന്ത്രിക്കാൻ ഓഫീസർ ഇൻചാർജിന് ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. പക്ഷെ ആ സമയം കപ്പലിലുണ്ടായിരുന്ന സംഗീതജ്ഞർ അസാമാന്യ ധൈര്യമാണ് പ്രകടിപ്പിച്ചത്. അവർ യാത്രക്കാരെ ശാന്തരാക്കാൻ വേണ്ടി ആ സംഗീത പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. അവരുടെ പാട്ടിതായിരുന്നു: Nearer, my God to thee. Nearer, my God to thee. തോമസ് ബെയിൽസ് എന്ന പുരോഹിതന് ചുറ്റും നിരവധി പേർ കുമ്പസാരത്തിനായി ആ സമയത്ത് ഒത്തുകൂടി. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു.
5:05 എല്ലാ ലൈഫ് ബോട്ടുകളും കടലിലേക്ക് കടന്നു. അവസാനം ഇറക്കിയ കൊളാപ്സിബിൾ ലൈഫ് ബോട്ട് സിയിൽ കപ്പലുടമ ജെ ബ്രൂയിസ് ഇസ്മയും കയറി രക്ഷപ്പെട്ടു. കപ്പലിന്റെ മുൻഭാഗം പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് കുത്തനെ താഴ്ന്നു തുടങ്ങി. പിൻഭാഗം കടലിന് മുകളിലേക്ക് ഉയർന്നു തന്നെ നിന്നു. കപ്പലിലുള്ള യാത്രക്കാർ പിൻഭാഗത്തേക്ക് ഓടിക്കയറി. ചിലർ തണുത്തുറഞ്ഞ കടലിലേക്ക് എടുത്തു ചാടി. കപ്പലിനുള്ളിൽ നിന്ന് പൊട്ടിത്തെറികൾ ഉയർന്നു. ഒന്നാമത്തെ ഫണലിൽ ഒടിഞ്ഞു വീണു. രണ്ട് 20 ടൈറ്റാനിക് രണ്ടായി പിളർന്നു. കടലിൽ ഇരച്ചു കയറി. മഞ്ഞുമലക്കിടിച്ച് 2 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ടൈറ്റാനിക് പൂർണ്ണമായും കടലാഴത്തിൽ പതിച്ചു. ലൈഫ് ജാക്കറ്റ് ധരിച്ച ആയിരക്കണക്കിന് ആളുകൾ കടലിലെ -2 ഡിഗ്രി തണുപ്പിൽ വിറങ്ങലിച്ച് നിലവിളിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂറിനകം ആ 1517 പേരും മരണത്തിന് കീഴടങ്ങി. ശരീരത്തിന്റെ താപനില അപകടകരമാം വിധം താഴ്ന്നു പോകുന്ന ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയാണ് ഭൂരിപക്ഷം ആളുകളുടെയും ജീവനെടുത്തത്. ഹൃദയാഘാതം സംഭവിച്ചും ഏറെ പേർ മരണത്തിന് കീഴടങ്ങി. മരിച്ചവരിൽ 75% ആ തേർഡ് ക്ലാസ്സിൽപ്പെട്ട യാത്രക്കാരായിരുന്നു. 899 ജീവനക്കാരിൽ 685 പേരും ആ രാത്രിയിൽ വിസ്മൃതിയിലേക്ക് മറഞ്ഞു. 25 എഞ്ചിനീയർമാരിലും 8 ഇലക്ട്രീഷ്യന്മാരിലും ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ക്യാപ്റ്റൻ എഡ്വേർഡ് സ്മിത്ത് എങ്ങനെയാണ് മരിച്ചതെന്ന് ഇപ്പോഴും ഒരു നിശ്ചയമില്ല. ചീഫ് ഡിസൈനർ തോമസ് ആൻഡ്രൂസും ടൈറ്റാനിക്കിനൊപ്പം മരണം സ്വീകരിച്ചു. പിന്നെ ആ പാട്ടുകാർ, അവരിൽ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. നിയറർ ടു ഗോഡ് മൈ തീ. വെളുപ്പിനെ 4 മണിയോടുകൂടിയാണ് കാർപാർത്തിയ ടൈറ്റാനിക്കിൽ നിന്ന് സന്ദേശം ലഭിച്ചിടത്തേക്ക് എത്തിയത്. ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു എല്ലായിടവും. ടൈറ്റാനിക്കിനെ കാണാനേയില്ല. കടലിൽ പൊങ്ങിപ്പടർന്ന മൃതദേഹങ്ങളാണ് ചുറ്റും. അറ്റമില്ലാത്ത കടലിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ലൈഫ് ബോട്ടിൽ ആലംബം പറ്റിയിരിക്കുകയാണ് അതിജീവിതർ. മഹാദുരന്തത്തെ അതിജീവിച്ച ആ 706 പേരുമായി കാർപാർത്തിയ അവരെ കപ്പലിലേക്ക് കയറ്റി ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെട്ടു. ഒരിക്കലും മുങ്ങാത്ത കപ്പൽ എന്ന ഖ്യാതിയോടെ, ദ അൺസിങ്കബിൾ ഷിപ്പ് എന്ന ടാഗോടെ കടലിലിറങ്ങിയ ആദ്യത്തെ യാത്രയിൽ തന്നെ കടലാഴങ്ങളിലേക്ക് പതിച്ച ടൈറ്റാനിക്കിനെ തേടി പല അന്വേഷണങ്ങളും നടന്നു. 73 വർഷങ്ങൾക്കു ശേഷം 1985 അമേരിക്കൻ ഓഷ്യാനോഗ്രാഫറായ ഡോക്ടർ റോബർട്ട് ബെല്ലാർഡ് ആ കാഴ്ച ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്യുകയും ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വന്യമായ പ്രശാന്തതയിൽ 12,500 അടി താഴ്ചയിൽ നിത്യനിദ്രയിലാണ്ട് കിടക്കുന്നുണ്ട് ടൈറ്റാനിക്. ഹലോമോണസ് ടൈറ്റാനിക്ക എന്ന ഇനം ബാക്ടീരിയകളാണ് ഇപ്പോൾ ടൈറ്റാനിക്കിലെ താമസക്കാർ.
കപ്പലിന്റെ ഇരുമ്പ് തിന്നാണ് ഇവർ ജീവിക്കുന്നത്. 2 മൈക്രോമീറ്ററിൽ താഴെ മാത്രം വലിപ്പമുള്ള ഹലോമോണസ് ടൈറ്റാനിക്കെ 1-2 ദശകങ്ങൾക്കുള്ളിൽ ടൈറ്റാനിക്കിനെ പൂർണ്ണമായും തിന്നു തീർക്കും. അങ്ങനെ ആഴക്കടലിന്റെ അടിത്തട്ടിലെ ടൈറ്റാനിക് എന്ന ഇതിഹാസം കാലത്തിന്റെ തിരയിളക്കത്തിൽ അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവും.